ക്ഷീണിക്കും. ക്ഷീണിക്കുമ്പോൾ നമ്മൾ ഈ ORS കുടിക്കുന്ന കേൾക്കാറില്ല അല്ലേ? ORS നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം? പഞ്ചസാര ഉപ്പും ചേർക്കുന്ന അല്ലേ? പക്ഷെ അതിനൊരു എന്താ പറയാ കണക്കുണ്ട്. കണക്കായിട്ട് അറിയാം. 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം, 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളത്തില് 6 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ 30 ഗ്രാം പഞ്ചസാരയും 3.5 ഗ്രാം ഉപ്പും ആണ് ചേർക്കേണ്ടത്. ചേർത്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ കുടിക്കാം. അതിനുശേഷം പിന്നെ അത് വെച്ചിട്ട് ആ ബാക്കി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതെടുത്ത് കുടിക്കരുത്, അത് പിന്നെ പ്രശ്നമാകും. ഈ അളവും കൃത്യമായിരിക്കണം, കൂടുകയും കുറയുകയും ഒന്നും പാടില്ല. ഇത് ORS ആണ്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കാം. അപ്പം വയറിളക്കം, ക്ഷീണം, പനി വരുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ORS കുടിക്കുന്നത്? ക്ഷീണം മാറാൻ, പിന്നെ നിർജ്ജലീകരണം, അതാണ് പ്രധാനമായിട്ടും. വയറ്റിൽ നിന്ന് കുറെ പോകുമ്പോഴത്തേക്കും എന്താ പറ്റുക, ഡീഹൈഡ്രേഷനാണ്, ക്ഷീണമായിപ്പോ. അപ്പൊ ആ നിർജ്ജലീകരണം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ORS പോലുള്ള വെള്ളം കുടിക്കുന്നത്. പിന്നെ ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ചിക്കൻ ഗുനിയ വന്നിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാ വരുന്നത് ചിക്കൻ ഗുനിയ? കൊതുകിൽ കൂടെ EDCGT എന്ന് പറയുന്ന പെൺകൊതുകാണ്. പൊതുവെ പെണ്ണുങ്ങളാണ് പ്രശ്നം. കൊതുകൾ അങ്ങനെ സംഭവമില്ല. അപ്പോ കൊതുകിൽ കൂടെയാണ് ഉണ്ടാവുന്നത്. അതിന് ബ്രേക്ക് ബോൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു പേരൂടെയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം നുറുങ്ങുന്ന പോലെ ബ്രേക്ക് ബോൺ വേദന, ജോയിൻസ്. അത് എല്ലാ വർഷവും എന്നിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കും, മൂന്ന് ചിക്കൻ ഗുനിയ വന്നിട്ടുണ്ട്. അങ്ങനെ വേദന എടുക്കാം നമുക്ക്. എല്ല് നുറുങ്ങണ പോലെ, എല്ല് വളയാന്നൊക്കെയാണ് അതിന്റെ ആഫ്രിക്കൻ നെയിമാണ്. അപ്പോ എന്താ, നമ്മള് കൊതുക് ശല്യം ഒഴിവാക്കണം അല്ലെ? അതിനെന്തൊക്കെയാ ചെയ്യേണ്ടത്? പരിസര ശുചിത്വത്തിൽ എന്തൊക്കെ വേണം? വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം. എവിടെയെല്ലാം വെള്ളം കെട്ടി നിൽക്കാം? ചിരട്ടയിൽ വരാം, ചെടിച്ചട്ടിയിൽ വരാം. നമ്മളത് പൊതുവെ ശ്രദ്ധിക്കാറില്ല. അതെ, അതില് ഫ്രിഡ്ജിന്റെ ട്രേയില് പഴയ പാത്രങ്ങളൊക്കെ പുറകിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെള്ളം കെട്ടി നിൽക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊതുക് വല നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. ഓക്കെ, പകൽ സമയത്തും കൊതുക് കടിക്കാൻ പാടില്ല. രാത്രിയിലാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അപ്പൊ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ജനലൊക്കെ അടച്ചിട്ട് തന്നെ കിടക്കാം. അതുപോലെ കൊതുക് അത് പകലും കൊതുക് കടിക്കാതിരിക്കാൻ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? തൊഴിലുറപ്പിന് കൊതുക് കടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇടുക. അതേ നമുക്ക് വഴിയുള്ളൂ. ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷർട്ട് തന്നെയാണ് നിങ്ങൾ ഇടാറ്. അത് പക്ഷെ മടക്കി കയറ്റി വെക്കാതെ ഫുൾ കൈയായിട്ട് തന്നെ ഇട്ട് പണിക്ക് പോവുക. പിന്നെ അടുത്ത ഡെങ്കു ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഡെങ്കു ഒന്നും ആർക്കും വന്നിട്ടില്ല. ഇല്ലല്ലേ? അതെ, എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുത്ത് ഇതുവരെ ആർക്കും വന്നിട്ടില്ല. അപ്പം ഡെങ്കു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറക്കൂല. അമ്മാതിരി തലവേദനയായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ കണ്ടടക്കാൻ പറ്റാത്ത വേദന, ഛർദി എല്ലാം വരും. അപ്പം കൊതുകിൽ നിന്ന് സുരക്ഷ നേടുക എന്നുള്ളത് തന്നെയാണ്. ഡെങ്കുവിന്റെ വേറെ ലക്ഷണം എന്താണെന്ന് കേട്ടിട്ടുണ്ട്? ഡെങ്കു വന്നവരുടെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ഡെങ്കുവിന് പ്രധാനമായിട്ടും? കൗണ്ട് കുറയും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിന് നമ്മൾ എന്താ ചെയ്യാം? പാഷൻ ഫ്രൂട്ട് കഴിക്കും. പിന്നെ കിവി കഴിക്കും. വെള്ളം കുടിക്കണം. കറമൂസിന്റെ ഇല കഴിക്കില്ല. പപ്പായന്റെ ഇല അതുകൊണ്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല എന്നല്ലേ? എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഇതൊക്കെ കഴിക്കാം. പക്ഷെ ആദ്യം എന്താ ചെയ്യണ്ടേ? ഡോക്ടറെ കാണിക്കണം അല്ലെ? ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട്, കാരണം ഇതൊന്നും എഫക്ട് ചെയ്യാത്ത അവസ്ഥയിലേക്കൊക്കെ പോകും. നമ്മള് ചിലർക്കൊന്നും പനിയൊന്നും വരില്ല, ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ഷീണത്തിലൂടെ ആയിരിക്കും നമ്മൾ എന്താ പറ്റിയെന്ന് അറിയില്ല, സാരല്ല വെള്ളം കുടിക്കാനിട്ടായിരിക്കും, മഴയല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കും. പെട്ടെന്നാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ഷീണം, മഴക്കാലത്ത് പ്രത്യേകിച്ച് ക്ഷീണമോ പനിയോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാം. ശേഷം ഇതൊക്കെ സൈഡിൽ കൂടെ. മഞ്ഞപ്പിത്തം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഛർദി,
ഛർദി, ഭക്ഷണം ഭക്ഷണം വേണ്ട, പനി, പിന്നെ മെയിൻ ലക്ഷണം മഞ്ഞ കളർ, കണ്ണിനും നഖത്തിന് തൊലിക്കൊക്കെ ഉണ്ടാവും അല്ലെ. മഞ്ഞപ്പിത്തം എങ്ങനെയാ ഉണ്ടാവുന്നത്? വെള്ളത്തിലൂടെയാണ്. അതുപോലെ മഞ്ഞപ്പിത്തമുള്ള രോഗി കുടിച്ച ഗ്ലാസ്സിലൂടെ ഒന്ന് വെള്ളം കുടിക്കരുത്, ട്രിപ്പലിലൂടെയൊക്കെ ചിലപ്പം വേറെ ലക്ഷണങ്ങൾ പനി, ജലദോഷം എല്ലാം പറഞ്ഞു അല്ലെ. മഞ്ഞപ്പിത്തത്തിന് എന്താ നമ്മൾ മരുന്ന് കഴിക്കാം? നമ്മൾ എന്താ ചെയ്യാം മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാല്? മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ കീഴാർനെല്ലി എങ്ങനെയാ കഴിക്കുന്നത്? കഴിച്ചിട്ടില്ല ആർക്കെങ്കിലും മഞ്ഞപ്പിത്തം? അതാണ് കുറച്ചുകൂടെ ഞാൻ പറയാം, ഡോക്ടറിന്റെ അടുത്ത് കാണിക്കാം. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാതെ നിങ്ങൾ അലോപ്പതി, ആയുർവേദ ആരെയും വേണമെങ്കിലും കാണിച്ചോ. ആയുർവേദ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യരല്ല ഞാൻ പറയുന്നത്, BAMS കഴിഞ്ഞ്, അതായത് 5.5 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞ് ഡോക്ടറെ പോയി കാണിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ മഞ്ഞപ്പിത്തത്തിൽ ബൈൽ പിഗ്മെന്റ്, അതായത് കരളിനാണ് ബാധിക്കുന്നതെന്ന് അറിയാലോ. ആ കരളിൽ ഉണ്ടാവുന്ന ഒരു ദ്രാവകമുണ്ട് ബൈൽ പിഗ്മെന്റ് എന്ന് പറയുന്നത്, അത് ഒന്നേ പാടുള്ളൂ. മഞ്ഞപ്പിത്തത്തിന് അത് 4 അല്ലെങ്കിൽ 10, 15, 20 അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും. കരളിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഏത് സ്റ്റേജിലാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പം നിർബന്ധമായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ മരുന്ന് കഴിക്കാവുള്ളൂ. എന്നിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ ശരി കീഴാർനെല്ലി വേണമെങ്കിൽ അരച്ച് പാലിൽ ചേർത്ത് വേണമെങ്കിൽ കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ കുടിക്കാം. അല്ലാതെ കീഴാർനെല്ലിയാണ് ആയുർവേദത്തിലെ മഞ്ഞപ്പിത്തത്തിന്റെ മരുന്നെന്ന് ധരിക്കരുത്. ഈ ഒറ്റമൂലി ചികിത്സ എന്ന് പറയുന്ന സാധനം ആയുർവേദം അല്ല. ഓക്കെ, ഈ പറയുന്നത് മറ്റേത് അടിച്ചു കുടിക്കുക, ഇത് തേച്ച് വെക്കുക എന്നൊക്കെ പറയുന്നത് ആയുർവേദം അല്ല. അത് ഈ മരുന്ന് പച്ചവൈദ്യം എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ, ആ സാധനമൊന്നും ആയുർവേദം അല്ല. ഓക്കെ, ശരി. വേറെ അസുഖങ്ങൾ ഏതൊക്കെയായിരുന്നു? പനികളൊക്കെ പറഞ്ഞു. പിന്നെ സാധാരണ വരാറുള്ളത് പുഴുക്കടി. പുഴുക്കടി എന്തുകൊണ്ടാണ് വരുന്നത്? ചളിയിൽ ചവിട്ടുന്നത്. ചളിയിൽ ചവിട്ടാത്തവർക്കും വരാറുണ്ട്. എന്തുകൊണ്ടാ? കാലിൽ ഈർപ്പം അല്ലെ, വല്ലാണ്ട് കൂടി നിൽക്കുന്ന ചെരുപ്പ്, അല്ലെങ്കിൽ ചെരുപ്പിനകത്ത് ഈർപ്പം വെച്ചിട്ട് ഷൂസ് ഒക്കെ ഇട്ട് പോവുകയാണെങ്കിലൊക്കെ ഈ പറയുന്ന പുഴുക്കടി വരും. എന്താണ് അത്? ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. എന്താ ചെയ്യേണ്ടത് അതിന്? ഫംഗസ് ഉപ്പിന്റെ വെള്ളത്തിലാക്കാം. പിന്നെ പുരട്ടാം. പിന്നെ പുഴുക്കടി മരുന്ന് തന്നെ മേടിക്കാൻ കിട്ടും. പിന്നെ എന്താ മെയിൻ ആയിട്ട് വരാതിരിക്കാന്ന് വെച്ചാൽ എപ്പം പുറത്തു പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സോപ്പിട്ട് നന്നായിട്ട് കാല് കഴുകണം. നല്ല ഉണങ്ങിയ തുണി വെച്ച് കാലിന്റെ വിരലുകൾക്കിടയിലാണ് വരുന്നത്. വിരലുകൾക്കിടയിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കും. ചെറിയ കുട്ടികളുടെ കാലൊക്കെ വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം. ത്രിഫല ചൂർണം മേടിക്കാൻ കിട്ടും, നിങ്ങൾക്ക് ഡിസ്പെൻസറിയിലൊക്കെ കിട്ടുമായിരിക്കും. അതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കാല് മുറുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, പുഴുക്കടിക്ക്. പിന്നെ എലിപ്പനി എങ്ങനെയാ വരുന്നത്? വെള്ളത്തിലൂടെ. എലിയുടെ തന്നെ ആണെന്നില്ല കേട്ടോ, എന്ത് ജീവജാലങ്ങളുടെ, കന്നാലികളുടെ ഒക്കെ വരാം. എന്താ പറയാ, അതിന്റെയൊക്കെ മൂത്രം അല്ലെങ്കിൽ മലം ഇതിലൂടെ കലർന്ന് മുറിവുണ്ടെങ്കിൽ, കാലിൽ മുറിവുണ്ടെങ്കിൽ അസുഖം വരും. പനിയാണ് അല്ലെ, പനിയാണ് എലിപ്പനി എന്ന് പറയുന്നത്. പനിയും ബാക്കി ക്ഷീണം, ഭയങ്കര ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകും. വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം. പിന്നെ ചവിട്ടാതിരിക്കാം. ചെരുപ്പിട്ടിട്ടേ മുറ്റത്തേക്ക് ഇറങ്ങാവുള്ളൂ. നമുക്കൊരു ശീലമുണ്ട്, മുറ്റടിക്കാൻ നേരത്ത് ചെരുപ്പൊന്നും ഉണ്ടാവില്ല, ചുമ്മാ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് പെട്ടെന്ന് അടിച്ചു വാരിപ്പോവും. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം. ചെരുപ്പിട്ട് മാത്രമേ മുറ്റമടിക്കാൻ ഇറങ്ങാവൂ. കാരണം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അറിയാതെ വിണ്ട് കീറിയിട്ടുണ്ടാവും കാല്, വിണ്ട് കീറലുണ്ടെങ്കിൽ അതുവഴിയൊക്കെ വരും. അതുകൊണ്ട് ചെരുപ്പ് നിർബന്ധമായിട്ടും ധരിച്ചിട്ട് മുറ്റത്ത് തന്നെ ഇറങ്ങണം. നമുക്കറിയില്ല രാത്രിയിൽ എന്തെങ്കിലും ജീവി വന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്, എലിയൊക്കെ രാത്രി കൂടെ സഞ്ചരിക്കുന്നത്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും ചെരുപ്പിട്ട് മാത്രം. ഈ പുഴുക്കടിയൊക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ ഇത് കയറാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചെരുപ്പിട്ട് മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ. പിന്നെ എലിപ്പനി പറഞ്ഞു, ഡെങ്കു, ചിക്കൻ ഗുനിയ, മലേറിയ, ഈ കൊതുക് ജന്യ രോഗങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് കാണേണ്ടത്. ശരി. പിന്നെ മഴക്കാലത്ത് വേറെ അസുഖങ്ങൾ വേറെ എന്തെങ്കിലും വരാറുണ്ടോ?
യൂറിൻ ഇൻഫെക്ഷൻ. എന്തുകൊണ്ടാണ് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത്? വെള്ളം കുടിക്കില്ല. കാരണം മഴയത്ത് നമുക്ക് ദാഹിക്കില്ല, വേർക്കുന്നത് കുറവാണ്. വേനൽക്കാലത്ത് വേർക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ദാഹം തോന്നും. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരാറുള്ളതാണ് UTI. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഇപ്പം പൊതുവെ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാത്രി കിടക്കാൻ നേരത്തെ ഒരു ജഗ് വെള്ളമൊക്കെ ഇട്ടേക്ക് പോവാ കുടിക്കാനായിട്ട്. നമ്മൾ എന്തിനാ ഉറങ്ങുന്നത്? എന്തിനാ? ശരീരത്തിന് വിശ്രമം കൊടുക്കാനല്ലേ. നമ്മൾ ഇത്രയും വെള്ളം കുടിച്ച് കയറി കിടന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? കിഡ്നി അവിടെ നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മള് എന്താ പറയാ, ബാക്കി എല്ലാം റെസ്റ്റിലിരിക്കുമ്പോൾ കിഡ്നി പണി നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്താ പറ്റുക? ഒരു മെഷീൻ ഒരു കാലത്ത് റെസ്റ്റ് ഇല്ലെങ്കിൽ ആ മെഷീന് ലൈഫ് സ്പാൻ കുറയും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിഡ്നിക്കൊക്കെ ചിലരെ അഫക്ട് ചെയ്യുന്നത്. ഇതാണ് കാരണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സന്ധ്യക്കുള്ളിൽ വെള്ളം കുടിക്കുക. 3.5 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് കുടിക്കണം. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ 3.5 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം. കുടിച്ചിട്ട് ഈ സന്ധ്യയ്ക്ക് ശേഷം ഗുളിക കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നടക്കാനോ അങ്ങനെയല്ലാതെ വെള്ളം ഒരുപാട് കുടിക്കരുത്. അതുപോലെ അത്താഴം എത്ര മണിക്കാണ് കഴിക്കാറ്? 7, 8, 8:30, 9. അങ്ങോട്ട് പോവില്ല. നമുക്ക് എന്തൊക്കെ പണിയുണ്ടെന്നറിയോ? 7:30 കഴിച്ചിരുന്നിട്ട് എന്താ ചെയ്യണം? 10 മണി വരെ എന്താ ചെയ്യാ? TV ആണ്. പിന്നെ സ്റ്റാർ സിംഗർ ഉണ്ട്, സൂപ്പർ സിംഗർ, പിന്നെ ബിഗ് ബോസ് വന്നല്ലോ അല്ലേ? ശരിയാണ്. ശരി, പിള്ളേരെ അല്ല, പിള്ളേരെ കഴിപ്പിക്കണ്ടേ? പിള്ളേരെ കഴിപ്പിക്കണം, അതുകൊണ്ടാണ് 7 മണി 7:30 കൃത്യമാണ്. 7 മണി 7:30 ആകുമ്പം കഴിക്കാം. 7:30 മുമ്പായിട്ട് ബിഗ് ബോസ് ഒക്കെ അത് കഴിഞ്ഞ് കാണാം. സീരിയലും സിനിമയും എല്ലാം അത് കഴിഞ്ഞ് കാണാം. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് 3.5 മണിക്കൂർ എടുക്കും ഇത് ഫുൾ ദഹിച്ച് ബാക്കി ശരീരങ്ങളിലേക്ക് എത്താൻ. നമ്മൾ ലേറ്റ് ആകും തോറും കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ് എല്ലാം പിന്നെ ലേറ്റ് ആകും. വളരെ സ്ലോ ആണ് ദഹന പ്രക്രിയ. ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ നടക്കുള്ളൂ. അപ്പൊ എന്താ പറ്റുക? നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കും. ചിലർക്ക് കുളിച്ച് തകട്ടൽ, നെഞ്ചരിച്ചിൽ, വയറിച്ചിലൊക്കെ വരുന്നുണ്ടല്ലോ. അതെല്ലാം സമയം തെറ്റി കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു 7:30 മുമ്പ്, മാക്സിമം ആണ് 7:30 മുമ്പായിട്ട് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ്. അത് വേണ്ട, 7:30 മുമ്പെങ്കിലും കഴിക്കണം. കാരണം ഈ നെഞ്ചരിച്ചിൽ, വയറ് പുകച്ചിലൊക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം പെട്ടെന്ന് ഉണ്ടാകും. ഓക്കെ, നമുക്ക് തേയ്മാനം അല്ലെ, ഡീജനറേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വല്ലാതെ കൂടും. നെഞ്ചരിച്ചിലുള്ളവരിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കാതെ കുഴപ്പമില്ല, ചെറിയതല്ലേ, സഹിക്കാവുന്ന തന്നെ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ പെട്ടെന്ന് തന്നെ എല്ല് തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാലുവേദന, മുട്ടുവേദനകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ അത്താഴം കഴിക്കുന്നത് 7:30 മുമ്പായിട്ടെങ്കിലും ആക്കാം. അതുപോലെ അത് അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതായത് നമ്മൾ രാവിലെ വെച്ച ചോറിന്റെ ബാക്കി കറി അങ്ങനെയല്ലേ കഴിക്കാം? അങ്ങനെ കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നില്ല. ഓക്കെ, കറിയോ അല്ലേ? അപ്പോൾ തന്നെ ചോറ് കഴിക്കരുത് എന്നല്ല പറയുന്നത്. ചോറ് കഴിക്കാം, ചിലർക്ക് ചോറില്ലാണ്ട് പറ്റൂല. അപ്പം തന്നെ ഉണ്ടാക്കിയ ചോറും കറികളും കഴിക്കാം. കുളിപ്പിച്ച ഭക്ഷണങ്ങളൊന്നും രാത്രി ഇപ്പൊ എന്തൊക്കെ അസുഖമുള്ള ഷുഗർ ഒറ്റയ്ക്കല്ലേ എന്തെങ്കിലും വേണ്ട പിന്നെ കൂട്ടില്ല. പിന്നെ കൈ കാല് വേദന അല്ലേ? ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കുക. ഈ അറിയാലോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്താ പറയുന്നത്? ജീവിതശൈലി രോഗം എന്നാണ് പറയുന്നത് അല്ലേ? നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ മാറുന്നതാണ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള അസുഖങ്ങളാണ്. ജീവിതശൈലി നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ പോകും, ഉറപ്പാണ്. ഓക്കെ, അപ്പോ ആ രീതിയിലേക്ക് ഒന്ന് വരിക. നമുക്ക് ഒരാൾ മാത്രമാണെങ്കിൽ എളുപ്പമല്ലേ? ഒരാൾ മാത്രമാണെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ പോരെ. നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ പോരെ. രാത്രിയാണെങ്കിൽ കഞ്ഞി വെക്കാം. ഓ ശരിയാണല്ലോ അല്ലേ? എന്റെ ഫാമിലി ഫ്രണ്ട് ഒരു ആന്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി SUT നഴ്സിംഗ് സൂപ്പർവൈസറാണ്. ആഴ്ചയിൽ ബുധനാഴ്ചയാണ് ഭക്ഷണം വെക്കുക. ഒരാഴ്ചയിൽ ഒരു തവണയെ ഭക്ഷണം വെക്കുള്ളൂ.
എന്നിട്ട് അമ്മ എപ്പോഴും പറയും, ഒരു തവണ ഒരു ഗസ്റ്റ് വന്ന സമയത്ത് അമ്മ ലക്ഷ്മി ഇതൊന്ന് മണത്ത് നോക്കും, മണം വല്ലതും വരുന്നുണ്ട് ചോറിന്, അതായത് ഗസ്റ്റിന് കൊടുക്കാനുള്ളതാണ്. ഒരു ദിവസം കൂടെ പോവാം, ഒരാഴ്ചക്കുള്ള 6ാമത്തെ ദിവസമായി, 7ാമത്തെ ദിവസം ഇയാള് വന്നത്, 6ാമത്തെ ദിവസം ആയതുകൊണ്ട് മണം എന്തെങ്കിലും വന്നിട്ടുണ്ട് നോക്ക് ലക്ഷ്മി. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം. അപ്പൊ ഭക്ഷണം ഭയങ്കര പ്രശ്നമാണ്. ആന്റി അൾഷിമേഴ്സ് വന്നാണ് മരിച്ചത്. അൾഷിമേഴ്സ് അറിയാലോ, വന്നു ഭയങ്കര എന്ത് അസുഖത്തെക്കാളും കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം. അൾഷിമേഴ്സ് വളരെ എന്താ പറയാ 60s തന്നെ ആന്റി മരിച്ചു. അത് ജീവിതശൈലി രോഗം കാരണം ഉണ്ടായതാണ്. ജീവിതശൈലി ഭയങ്കര മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഭാവിയിൽ അസുഖങ്ങൾ വരാം, എന്തായാലും അസുഖങ്ങൾ വരും. പക്ഷെ അത് കുറെയെങ്കിലും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. നല്ല രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ നിങ്ങൾ ആരൊക്കെ ആയുർവേദ മരുന്നുകൾ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കഴിക്കാറില്ല? കഴിക്കാത്തവരാരൊക്കെ ഉണ്ട്? എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? കേട്ടിട്ടില്ല. അതല്ല പ്രസവ മരുന്നല്ല, വേറെ അല്ല. എന്താ കാര്യം? കാരണം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്ത് അത് നടുവേദനയ്ക്ക് കുറെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ലിവർ പോയി. എന്നിട്ട് പിന്നെ പറയുന്നത് കേട്ട് ആയുർവേദം കഴിച്ചുകൊണ്ടാണ് കരൾ രോഗം വന്ന് കിഡ്നി രോഗം വന്നത്. എന്തായിരുന്നു അസുഖം? എന്തിനായിരുന്നു മരുന്ന് കഴിച്ചത്? നടുവേദനയ്ക്ക്. എവിടെയാ കാണിച്ചത്? ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കാണിച്ചിട്ട് ആയുർവേദ കിടന്ന് ചികിത്സയായിരുന്നു. അത് കാരണമാണ്. ഹസ്ബൻഡ് മദ്യപിക്കുക എന്തെങ്കിലും ചെയ്യുമായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നു. നമുക്ക് ബാലേട്ടനാണ് പറയാം. പുള്ളി പണ്ട് നമ്മുടെ അറിയാവുന്ന കാലം മുതലേ പുള്ളി മദ്യപിക്കും, നന്നായിട്ട് മദ്യപിക്കും. പക്ഷെ ഭയങ്കര ആരോഗ്യമാണ്, എല്ലാ ജോലിയൊക്കെ ചെയ്യും, നല്ല മദ്യപാനമാണ്. അപ്പൊ ഷുഗർ കുറച്ചു കൂടിയപ്പോ നമ്മൾ മെഡിസിൻ ഒക്കെ കൊടുത്തു. എന്നിട്ട് ഷുഗർ കൂടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഷുഗർ കൂടി കാല് മുറിച്ചു. ഓക്കെ, മുട്ട ഈ ഭാഗത്തോട്ട് മുറിച്ചും കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്ത് വന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ക്ഷീണമൊക്കെ മാറാന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുത്ത് ഒരു തീരെ വയ്യ, കാഴ്ചയൊക്കെ പോയി. അങ്ങ് അറ്റം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ ആയുർവേദം കൂടെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് വന്ന് 6 മാസം കൊണ്ട് പുള്ളി മരിച്ചു. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം? ആയുർവേദം കഴിച്ചിട്ടാണ് പുള്ളി മരിച്ചത്. അപ്പം അത്രയും കാലം പുള്ളി കള്ളു കുടിച്ചതിന് പ്രശ്നമില്ല, അത്രയും കാലം എന്താണ് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ട് പോയി, എന്നിട്ട് പ്രശ്നം കിഡ്നിക്ക് പ്രശ്നമായിരുന്നു, കാഴ്ച പോയി, അതൊന്നും പ്രശ്നമില്ല. ആയുർവേദം കഴിച്ചപ്പോഴത്തേക്ക് ആള് തട്ടിപ്പോയി. ഓക്കെ, ആയുർവേദം മരുന്ന് കഴിച്ചവർക്ക് വേറൊരു എക്സാമ്പിളോടെ പറയാം. നമ്മുടെ ക്ലിനിക്കിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, നേരത്തെ പറഞ്ഞ പോലെ ബൈൽ പിഗ്മെന്റ് 3.4 വന്നതാണ്. മഞ്ഞപ്പിത്തമല്ല, മഞ്ഞപ്പിത്തത്തിന് വേറെ പല ലക്ഷണങ്ങളുണ്ടാവും, വേറെ കുറെ ബ്ലഡില് കുറെ കാര്യങ്ങളൊക്കെ കൂടുകയൊക്കെ ചെയ്യും. പുള്ളിക്ക് വേറെ ഒന്നുമില്ല, ബൈൽ പിഗ്മെന്റ് മാത്രം കൂടുതലാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, എപ്പോഴും ക്ഷീണമായിരിക്കും, ദഹന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ്. കുറെ അലോപ്പതി കാണിച്ചു, ആയുർവേദം എന്ന് പറഞ്ഞിട്ട് കുറെ വൈദ്യരെയൊക്കെ കാണിച്ചു, മാറ്റമൊന്നുമില്ല. ഇടയിലൊന്നും കുറയും, പിന്നെ കുറയാന്ന് വെച്ചാൽ ഒരു 2 പോയിന്റിലൊക്കെ എത്തും, അത്ര അതിന് താഴേക്ക് ഇറങ്ങുന്നില്ല, ഒന്നും എത്തുന്നില്ല. നമ്മുടെ അവിടെ നിന്ന് 1.5 മാസം മരുന്ന് കഴിച്ച് 1.5 മാസം കൊണ്ട് പുള്ളിക്കത് 1ലേക്ക് നമ്മൾ എത്തിച്ചു. ഭയങ്കര സന്തോഷമായി, കാരണം കാലങ്ങളായിട്ട് കുറയാത്തൊരു സാധനം 1ലേക്ക് എത്തി, നോർമലായി. ഭയങ്കര സന്തോഷമായി. എന്നാൽ കരളിനെയാണ് നമ്മൾ ചികിത്സിച്ചത്. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് പുള്ളി ചോദിച്ചു, അല്ല ഡോക്ടറെ, ഈ ആയുർവേദ മരുന്ന് കഴിച്ചാൽ കരളിനെ എന്തോ ബാധിക്കുന്നു കേട്ടല്ലോ, അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ എന്താ പറയാ, കരളാണ് നമ്മൾ റെഡിയാക്കി കൊടുത്തത്. ആ രീതിയിലാണ് ആളുകളുടെ ഇടയിലേക്ക് ആയുർവേദം കഴിച്ചാൽ കരൾ രോഗം വരും, കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാൽ. നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കിഡ്നി ഒക്കെ പോവാറില്ലേ? കരൾ പോയതും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? വേറൊന്നിന് റൊമാറ്റിക് ആർത്രൈറ്റിസ്, അതായത് സന്ധിവാതത്തിന് കഴിച്ചിട്ട് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ആയിട്ടുണ്ട് എൻ്റെ ഒരു അമ്മാവൻ പണ്ട്. പുള്ളി തന്നെ ആ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചതാണ്, ജോത്സ്യമൊക്കെ ഉള്ള ആളാണ്. പുള്ളി ഈ മരുന്ന് കാണിച്ചിട്ട് ചോദിച്ചു, ഡോക്ടറെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ, കാരണം കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളൂടെയാണ്, അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇത് കഴിച്ചാൽ എല്ലാ മരുന്നുകൾക്കും ഇങ്ങനെ ഭാവിയിൽ ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരാം എന്ന് പറഞ്ഞ് ലുക്കീമിയാണ്, ബ്ലഡ് ക്യാൻസർ ആണ് എഴുതിയിരുന്നത്.
ഇത് വരില്ല. അപ്പൊ അങ്ങനെ വളരെ പറയുന്നതേ ചാൻസ് ഉണ്ടെന്ന് പറയാം, അങ്ങനെയൊന്നും വരാറൊന്നുമില്ല. പുള്ളിക്ക് ബ്ലഡ് ക്യാൻസർ വന്നാണ് പുള്ളി മരിച്ചത്. ചിലപ്പം ഇത് വരുമല്ലോ എന്ന് ചിന്തിച്ചിട്ടും ആകാം, ഓക്കെ, മരുന്ന് കഴിച്ചിട്ടും ആകാം, ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഒരിടത്തും വരാറില്ല. ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകും, കരള് പോകും. എന്ത് മരുന്നിനും ഒരു സമയപരിധിയും, ഓക്കെ. അതായത് ഞാൻ നിങ്ങൾക്ക് മുട്ടുവേദനയ്ക്ക് ഒരു മരുന്ന് തന്നു കഴിഞ്ഞാൽ വേദന കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഏത് സാധനവും നല്ല അമൃതായാലും അധികമായാലും വിഷാന്നതായാലും എന്തിനും ഒരു പരിധിയുണ്ട്, കാലപരിധി. അതിനുള്ളിൽ കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം, ഓക്കെ. ചില പേഷ്യൻസ് വന്നിട്ട് പറയും മുട്ടുവേദനയാണ്, അപ്പം നമ്മളെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഷുഗർ ഒന്നും ചെക്ക് ചെയ്യണ്ട, നോർമലാണ്. അപ്പൊ അല്ല നോക്കിയേക്കാം, ഇല്ല എനിക്കിപ്പോ ഞാൻ വേറെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, നോർമലാണ്. വൈദ്യന്മാരെയൊക്കെ കാണിച്ചിട്ട് വരാം. എന്നാൽ ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കുറെ കാലമായി. അപ്പൊ അതെങ്ങനെ ഇപ്പൊ കുറഞ്ഞില്ലെങ്ങനെ മനസ്സിലാവും? അത് പുള്ളി നാടി പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് കുറവാണ്. നാടി പിടിച്ച് നോക്കേണ്ട കാര്യമാണ്. നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ണിൽ കൂടെ കാണാവുന്ന കാര്യങ്ങൾ നടക്കുമ്പോ നാടി പിടിച്ച് നോക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, അസംബന്ധമായ കാര്യമാണ്. നമുക്ക് കുറച്ചെങ്കിലും ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ ആ പരിപാടിക്ക് പോവരുത്. വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ ഭയങ്കരമായ അന്തരമുണ്ട്. ഈ പറയുന്ന അമ്മയുടെ അനിയത്തിയും ഇതുപോലെ തന്നെയാണ്. ഭയങ്കര ഷുഗറാണ്. അക്യുപങ്ചറിന്റെ അടുത്ത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ലേഡിയാണ്. അക്യുപങ്ചറിന്റെ അടുത്ത് പോയി കാണിച്ചിട്ട് ഭയങ്കര ക്ഷീണമാണ്. നാട്ടിൽ എന്റെ സ്ഥലം ഇവിടെയല്ല, കോട്ടയാണ് നാട്, അച്ഛൻ്റെ അമ്മയുടെ. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ട്രിവാൻഡ്രമാണ്. അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കര മെലിഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ചിറ്റ നല്ല ഷുഗർ കൂടിയിട്ടുണ്ട്? ഇല്ല ഷുഗർ ഒന്നും കൂടിയിട്ടില്ല. അല്ല ഷുഗർ ഇല്ലേ? ഷുഗർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതെങ്ങനെയാ? അത് അക്യുപങ്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ അക്യുപങ്ചർ ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്തോ? ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, ഡോക്ടർ പറഞ്ഞു അത് കുറവുണ്ട്. ഡോക്ടർ പിടിച്ചിട്ട് പറഞ്ഞു കുറവുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 300, 400 ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഏത് ഡോക്ടറെ വേണമെങ്കിലും കാണാം, കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, കൃത്യമായിട്ട് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞു ആയുർവേദത്തിൽ പ്രസവരക്ഷാ മരുന്ന് കഴിക്കാറുണ്ട്. പ്രസവരക്ഷാ മരുന്ന് എങ്ങനെയാ കഴിച്ചിരുന്നത്? ഡോക്ടറെ കണ്ടിട്ടാണോ? അല്ല, അതൊരു ആചാരമാണല്ലോ. മരുന്ന് മേടിക്കും 1 കിലോ 1 മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞു. വഴിപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്, അല്ലെ? എന്റെ ഞാനൊരു ചപ്പാത്തി ദഹിക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി, അല്ലെ? അപ്പം ആയുർവേദം, അലോപ്പതി, അതായത് പറയാം ആധുനിക ശാസ്ത്രം കുടലിലൂടെ, അതായത് സ്റ്റെത്തിലൂടെ നോക്കുമ്പോൾ ആയുർവേദം കുടലിലൂടെ നോക്കാൻ ഒരു എന്ത് വന്നു കഴിഞ്ഞാൽ, അതായത് എന്താ പറയാ, ഡാൻഡ്രഫ് ആയിട്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കാം ശോധന എങ്ങനെയുണ്ട് എന്നാണ്. അതായത് വയറ് നോക്കിയിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഫുള്ള്. അതുകൊണ്ട് ഈ പറയുന്ന പ്രസവരക്ഷാ മരുന്നാണ് നമ്മളുടെ ദഹനം എങ്ങനെയാണെന്ന് ഒരു ആയുർവേദ ഡോക്ടറിനെ ചിലപ്പോൾ നമുക്ക് നെഞ്ചരിച്ചിട്ട് വയറ് പൊളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ദഹനമായിട്ട് പ്രശ്നം അറിയാലോ. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങളുണ്ടാകും. ദഹനം ഭയങ്കര എന്താ പറയാ താന്നിട്ടായിരിക്കും, ദഹന കുറവുണ്ടാകും, നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നത്. എന്തിനാ പ്രസവരക്ഷാ മരുന്ന് കഴിക്കുന്നത്? ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക്, അതായത് ഇനി ഒന്നുകൂടി ഗർഭം ധരിക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ പടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രസവരക്ഷാ മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ശരീരവും വ്യത്യാസമാണ്, ഓക്കെ. അപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ ദഹനം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വയർ എങ്ങനെയുണ്ട്, ശോധനം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ മരുന്ന് കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ബേബിയിലും അവിടെ നിന്നൊക്കെ ഇപ്പൊ പറയുന്ന ഒരു ഡയലോഗാണ്, ആയുർവേദ മരുന്ന് കഴിക്കരുത്, പ്രസവരക്ഷ മരുന്ന് കഴിക്കരുത്. കേട്ടിട്ടുണ്ടാവുക മരുന്ന് കഴിക്കാൻ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരിഷ്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്, നന്നായിട്ട് കുടിക്കും. അത് കുടിച്ചു കഴിയുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഈ നെഞ്ചരിച്ചിലോ വയറ് പൊച്ചിലോ ഉള്ള ഒരു പേഷ്യന്റ് ആളാണെങ്കിൽ, പേഷ്യന്റ് അമ്മയാണെങ്കിൽ ഇത് കുടിക്കുമ്പോൾ കൂടി കഴിയുമ്പോൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് പാലിലൂടെ വരുന്നത്. പാല് കുടിക്കുമ്പോൾ കുഞ്ഞിന് വയറുവേദന എടുക്കും. വയറുവേദന എടുക്കുമ്പോൾ നിങ്ങൾ ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോവാം, പീഡിയാട്രീഷ്യന്റെ അടുത്താണ് പോവാം. പീഡിയാട്രീഷ്യനെ കാണിക്കുമ്പോൾ പറയും ആയുർവേദ മരുന്ന് കഴിച്ചോണ്ടാണ്. ആയുർവേദ മരുന്നിന്റെ പ്രശ്നമാണോ അത്? അല്ല, നമ്മളെ അളവും കാര്യമൊന്നും ഇല്ലാണ്ട് ഇത് കഴിച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആദ്യം, പിന്നെ ലേഹ്യം കഴിഞ്ഞ് പിന്നെ അരിഷ്ടം, പിന്നെ മഞ്ചേത് ഗുളിക. ശരിയാണ്, ഇതിനൊക്കെ കഴിക്കാൻ ചിട്ടയുണ്ട്. പക്ഷേ നമ്മുടെ ശരീരം മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ ഈ 10-30 ml ഒന്നും കുടിക്കരുത്.
10 ml മാക്സിമം, ഇഷ്ടമൊക്കെ 10 ml ഒക്കെ കുടിക്കുക. കാരണം നമ്മൾ കുടിക്കുന്നത് എന്താണോ അതാണ് കുഞ്ഞിലേക്ക് പോവുക. നമ്മുടെ വയറ് ശരിയല്ല, നമ്മുടെ മോഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകും. ഗ്യാസി അപ്റ്റം, അതായത് വയറ് ഭയങ്കര ഗ്യാസ് കുടുങ്ങിയിട്ട് കുഞ്ഞിന് വയറ് വേദനയും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആയുർവേദത്തിനെ കുറ്റം പറയുന്നത് ആയുർവേദമല്ല അതിന്റെ പ്രശ്നം, നമ്മളാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് ആയുർവേദമാണ് അല്ലാന്നാര് പറഞ്ഞു? അവിടെ നിങ്ങൾ ഡോക്ടറിനെ അല്ലല്ലോ കാണുന്നത്, മരുന്ന് എടുത്തു കൊടുക്കുന്ന ആളല്ലേ കാണുന്നേ. ഓക്കെ, പുള്ളിക്ക് മരുന്ന് അറിയാം, പ്രസവശേഷം കഴിക്കേണ്ട മരുന്നുകൾ അറിയാം പുള്ളിക്ക്. നിങ്ങൾ അവിടെ ഡോക്ടറിനെ കാണുന്നില്ലല്ലോ. പുള്ളി ചോദിക്കുന്നുണ്ടോ നിങ്ങളുടെ വയറെങ്ങനെയുണ്ട്, ശോധനം പോയോ, നെഞ്ചരിച്ച്, അങ്ങനെയൊന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്.